പ്രതീക്ഷ സൈഡ് ആംഗിൾ ആണ് പ്രതീഷിന്റെ. യെസ്. എന്റെ സൈഡ് ആംഗിൾ ക്യാമറ അവിടെ ഇല്ലല്ലേ. എന്തിനാടാ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ക്യാമറ? ജോലയും കാണാനാ? ജോലിയാണല്ലോ. ക്യാമറയുടെ ലെൻസ് 50mm ആണ്. അപ്പൊ ഇത്രയും ദൂരെ വെക്കാണ്. ഐ മീൻ ഇവിടെ വോളാണ്. സോ 50mm ക്യാമറയുടെ അവിടെ തിരിഞ്ഞിരുന്നാ പോരെ. പക്ഷെ എന്റെ സ്ക്രീൻ ഇവിടെ ആണ്. ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സ്ക്രീനിൽ ഇവിടെ ഇങ്ങനെ നോക്കി സംസാരിച്ചൂടെ? എടാ അത് അവന് അൺകംഫർട്ടബിൾ ആയിരിക്കും. ആണോ? അവന് സംസാരിക്കുമ്പോ ഫോർത്ത് വാള് ബ്രേക്ക് ചെയ്യില്ല എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പോലെ ഡിസ്കസ് ചെയ്ത് പെട്ടെന്ന് സുഹൃത്തുക്കളെ എടാ എന്റെ ദൂരം കൂടി പോയാടാ. എനിക്ക് ഇതിനകത്ത് ഞാൻ ദൂരം നോക്കില്ല. ഞാൻ ചുമ്മാ ഒരു കാണാനില്ല. കൊറേ പിക്സലിന്റെ ഇടയിൽ കൂടി ഒരു അല്ല. ഞാൻ പറയുന്നത് ഈ 2025 വന്നതും ലൈക്ക് ഒരു റോളർ കോസ്റ്റർ റൈഡ് ആയിട്ടാണ് 2025 തുടങ്ങുന്നത് തന്നെ. ലൈക്ക് തുടങ്ങുമ്പോ തന്നെ ഗോപൻ സ്വാമിയുടെ സംഭവമാണ്. ഞാൻ കേട്ടെ ഈ ലോകത്തിന്റെ ഈ ചെറിയൊരു കൊച്ചു കേരളത്തില് ഒരു ഈ 2025 തുടങ്ങി ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞില്ല. എന്തൊക്കെ അവിടെ സംഭവിക്കുന്നത്? ഈ ലോകത്ത് നടന്നിട്ടുള്ള ഹാപ്പനിങ്സിനെക്കാളും മൊത്തം കേരളത്തിലാണ് ഇവിടെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെയും ഇതേപോലെ ഹാപ്പനിങ്സ് ഉണ്ടായിരുന്നു. ആൾക്ക് വിഷയമല്ല. ട്രംപ് എലക്റ്റഡ് എന്തൊക്കെ കാണിച്ചു. എടാ യുഎസിൽ ട്രംപ് എലക്റ്റഡ് അത്രേ ഉള്ളൂ. ട്രംപ് എലക്ട് ചെയ്തതിനു ശേഷം എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിൽ നമ്മള് എവിടെയൊക്കെ നമ്മള് ഗസ് ചെയ്യോ കേരളത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ? മൈ ഹാർട്ട് ടു യു എന്ന് പറയണത്. എടാ മസ്ക് ഒരു നാസി ആയിരുന്നു എന്നുള്ളത് അത്യാവശ്യം കുറച്ച് എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. മസ്ക് ഒരു പൊട്ടനാണെന്നും അത്യാവശ്യം വിവരമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ ഇതിനകത്ത് ഈ ഇലക്ഷനകത്ത് ട്രംപിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വളരെ ചുരുക്കം ചില ബില്യനേഴ്സിനോടാണ് മസ്ക്. ബാക്കി എല്ലാവരും ഡെമോക്രാറ്റ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവർ ജയിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അപ്പം മസ്ക് ജയിച്ചു കഴിയുമ്പം അവന്റെ ഒരു പൂണ്ട് വിളയാട്ടമായിരിക്കും. കാര്യം ഹീസ് വൺ ഓഫ് ദി ഓൺലി ഫ്യൂ ഇൻവെസ്റ്റേഴ്സ് ഹു ആക്ച്വലി ബെറ്റഡ് ഓൺ ട്രംപ്. അപ്പൊ അവൻ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഒരു പൂണ്ട് വിളയാട്ടമായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. മസ്കിന്റെ ആ സല്യൂട്ടിന് ശേഷം ഈ ലെഫ്റ്റ് വിങ്ങിൽ നിൽക്കുന്ന ആളുകൾ പറയുന്നത് സോ വാട്ട്, ലൈക്ക് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അല്ല, ലെഫ്റ്റ് വിങ്ങിൽ നിൽക്കുന്ന ആളുകൾ പറയുന്നത് സോ ഇതിലെന്താ സർപ്രൈസിങ് ആയിട്ടുള്ളത്, അവൻ അങ്ങനെ ചെയ്യുമെന്ന് അറിയാവുന്ന ആളുകളാണ് ഞങ്ങളെന്ന്. റൈറ്റ് വിങ്ങിൽ നിൽക്കുന്ന ആളുകളും പറയുന്നത് അതിനിപ്പോൾ എന്താ, അവന് അങ്ങനെയുള്ള ആളാണ്, സോ വാട്ട് എന്നുള്ള രീതിയിലാണ്. ഈ സെൻട്രൽ ലെഫ്റ്റും സെൻട്രൽ റൈറ്റും നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവിടെയാണ് ആളുകൾക്ക് സെൻട്രൽ ലെഫ്റ്റ് നിൽക്കുന്ന ആളുകൾ ഇവൻ അങ്ങനെ ചെയ്തു, ഇവൻ ഇത് നോ നമുക്കിത് അംഗീകരിക്കാൻ പറ്റത്തില്ല, ഇതാണ് പറയുന്നത്. സെൻട്രൽ റൈറ്റ് നിൽക്കുന്നത് അവൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല, അവൻ ഇങ്ങനെ ഹൃദയം തരണേ കൂട്ടുകൂടണേ എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഇതാ സല്യൂട്ട് അല്ല, ഇതല്ല. സോ ഈ സെൻട്രൽ ലെഫ്റ്റിലും സെൻട്രൽ റൈറ്റും നിൽക്കുന്ന ആളുകളുടെ ഒരു ആളുകൾ അതിനെ മനസ്സിലാക്കുകയും ആളുകൾ അതിന് വേണ്ടിയുള്ള ഡിഫെൻസും അറ്റാക്കും നടത്തുന്നത് കാണാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ബാക്കി ഈ സംഭവങ്ങൾ ക്ലിയർ ആയിട്ടിരിക്കുന്നത് കുറച്ചും കൂടെ ലെഫ്റ്റും കുറച്ചും കൂടെ റൈറ്റും നിൽക്കുന്ന ആളുകൾക്ക് സംഭവം കൃത്യമായിട്ട് അറിയാം. ഇത് ഇങ്ങനെയാണ്. അല്ലേ ഈ മറ്റേ ഇപ്പം മസ്കിന്റെ ക്യാപ്സ്യൂൾ ഇറക്കുന്ന ടീംസ്, ഈ സെന്റർ റൈറ്റ് എന്ന് പറയുന്നവര് ടൈലർ സ്വിഫ്റ്റും ഒബാമയൊക്കെ അങ്ങോട്ട് ചൂണ്ടി നിൽക്കുന്നതിന്റെ ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കണ്ടില്ലേ? ഇതല്ലേ ഞങ്ങളുടെ മസ്കാണ് ടാറ്റ പറയണ സാധനം അതാണ് പറയണത്. അതെ, അതെല്ലാം പിന്നെ നോ എന്നൊക്കെ പറയണത് അതാണെന്ന് പറയണത്. അതെല്ലാം ഈ പറയുന്ന മസ്കിന്റെ സെയിം സാധനമാണെന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ വരുന്നുണ്ട് കുറെ ടീംസ്. പിന്നെ കുറെ ലിബറലുകൾ പറയുന്നത് നിങ്ങൾ അത് ഈ താത്വിക ലിബറൽസിനാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നിങ്ങൾ ഈ മസ്കിന്റെ കൈയുടെ ആംഗിളും മറ്റേ കാര്യങ്ങളൊക്കെ നോക്കി ഈ സമയം കളയാതെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള വിഷയങ്ങളെ പറ്റി ചർച്ച ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിനകത്തൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാല് മസ്ക് ഒരു നാസിയാണെന്ന് വേറെ ഏതെങ്കിലും ഒരു കോണ്ടെക്സ്റ്റില്, നാസി സപ്പോർട്ടർ ആണെന്നുള്ളത് വേറെ എന്തെങ്കിലുമൊക്കെ ഇത് കാര്യങ്ങളായ മനുഷ്യർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോഴൊന്നും ആർക്കും ഒരു വിലയുമില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നടക്കുമ്പോഴേ, ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നടക്കുമ്പോഴേ ഈ ഒരു കാര്യം, ഈ ഒരു പോയിന്റ് നമുക്ക് പുട്ട് ഫോർത്ത് ചെയ്യാൻ അവസരം കിട്ടുള്ളൂ. അപ്പൊ ആ സമയത്ത് വന്നിട്ട് ഇപ്പൊ നമ്മൾ കൈയുടെ ആംഗിൾ അല്ലല്ലോ ചർച്ച ചെയ്യേണ്ടത്, നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യൂ എന്ന് പറയുന്നത്
ഒരു രാഷ്ട്രീയ ബോധം ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇത്തരം വിഷയങ്ങൾ ആൾക്കാരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കോംപ്ലക്സ് പൊളിറ്റിക്സും എക്കണോമിക് പോളിസിയും മസ്ക് ജർമ്മനിയിൽ സപ്പോർട്ട് ചെയ്ത പാർട്ടിയും ഇവിടെ സപ്പോർട്ട് ചെയ്ത പാർട്ടിയും അവൻ അവിടെ പറഞ്ഞ കാര്യമൊക്കെ അവർക്കറിയില്ലല്ലോ. ഈ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു സംഭവം പോപ്പുലർ കൾച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ ഒരു എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒരു പബ്ലിക് മീഡിയ പ്രസൻസിൽ എന്തെങ്കിലും ഒരു കാര്യം വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള രാഷ്ട്രീയം പറയാനേ കഴിയുള്ളൂ. ആ സമയത്ത് വന്നിട്ട് ഈ പോയിന്റ് പറയുന്ന കുറെ ലിബറൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഐ ഫീൽ ലൈക്ക് ദേ ആർ ലിവിങ് ഇൻ ദെയർ ഓൺ ബബിൾ. ഇലോൺ മസ്കിന്റെ കേസിൽ പുള്ളിയുടെ ക്യാരക്ടർ ലൈക്ക് റിവീൽ ചെയ്യണ തരത്തിലുള്ള കുറെ ഇൻസിഡൻസ് ആണ് ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നടന്നത്. ഇപ്പൊ ഗെയിമിങ്ങിന്റെ ഇൻസിഡന്റ് ആരെങ്കിലും അറിഞ്ഞാ പുള്ളിക്കാരൻ ഗെയിമിംഗ് ഫ്രോഡ് കാണിച്ചത്. ബേസിക്കലി സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ജോറോഗൻ എക്സ്പീരിയൻസിലൊക്കെ ക്ലെയിം ചെയ്തിട്ടുള്ള പുള്ളി ടോപ്പ് ടിയർ ഗെയിമറാണ്. ഏതായിരുന്നു ഡിയാബ്ലോ 3 എത്ര 97ാമത്തെ വേൾഡ് റാങ്ക് ഉണ്ട്. അതേപോലെ പാർട്ട് ഓഫ് എക്സൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം ഇപ്പൊ അടുത്ത് പറഞ്ഞു പുള്ളിയുടെ അക്കൗണ്ട് ലൈക്ക് ടോപ്പ് ടിയർ അക്കൗണ്ടാ. അപ്പൊ അത് പുള്ളിയാണ് കളിക്കണത്. പുള്ളി ഭയങ്കര ഗെയിമർ ഗോഡാണ് എന്നൊക്കെയാണ് സ്വയം ക്ലെയിം ചെയ്തതും അവിടെ ഇവിടെ ഒക്കെ ലൈക്ക് പോഡ്കാസ്റ്റിലൊക്കെ പോയി പിടിച്ചെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു ദിവസം ലൈവ് കോൺഫിഡൻസ് കൂടിയിട്ട് ഒരു ദിവസം സ്ട്രീം ചെയ്ത്. അപ്പൊ ഈ സ്ട്രീമില് ഗെയിം കളിക്കണത് കണ്ടറിയാലോ, ഇതെന്താ ന്യൂബുകൾ കളിക്കണ പോലെ കളിക്കണെന്നുള്ള രീതിയിൽ കുറെ ഗെയിമേഴ്സ് രംഗത്ത് വന്ന് എന്നിട്ട് ഇങ്ങനെ ലൈക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വിത്ത് എവിഡൻസ് കണ്ട ഇത് ഇങ്ങനെ ഒരിക്കലും ഒരു പ്രോ പ്ലെയർ ചെയ്യില്ല. ഇത് ലൈക്ക് ഈ ഗെയിമിനെ പറ്റി ബേസിക് ഒരു അറിവില്ലാത്ത ലൈക്ക് ഗെയിം മെക്കാനിക്സിനെ പറ്റിയിട്ട് അറിയാത്ത ആൾക്കാരാണ് ഈ രീതിയിൽ കളിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞ് അങ്ങനെ ഇലോൺ മസ്കിനെ എക്സ്പോസ് ചെയ്തെന്ന് മാത്രമല്ല ആ എക്സ്പോസ് ചെയ്ത ഒരു അക്കൗണ്ട് ഉണ്ട് ആസ്മോൺ ഗോൾഡ് എന്നു പറഞ്ഞിട്ട് പുള്ളിയുടെ പണ്ടത്തെ ഒരു ഫാൻ ആയിരുന്നു. പുള്ളിനെ ട്വിറ്ററിൽ ആ ടിക്ക് മാർക്ക് എടുത്ത് കളഞ്ഞ് ഈ പറഞ്ഞ ആസ്മൻ ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയുടെ DM ലീക്ക് ചെയ്തു. ഈ പേഴ്സണൽ മെസ്സേജ് ഇലോൺ മസ്കിനായിട്ട് ചെയ്ത പേഴ്സണൽ മെസ്സേജ് ആയിരുന്നു. അതെ അതെ. കാരണം ഇലോൺ മസ്കിന്റെ ഗെയിം ചെയ്യുമെന്നുള്ള അങ്ങനത്തെ സാധനം ലീക്കായി. അല്ല ബേസിക്കലി ഇവനോട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കണതാണ്, എങ്ങനെയാണ് യൂട്യൂബിന്റെ കാര്യങ്ങള് സ്ട്രീമിങ് എങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോ ഇവൻ പറയും എനിക്ക് ഒരു വീഡിയോനെ പറ്റിയിട്ട് എന്തോ എൻക്വയർ ചെയ്തത്. ആ സമയത്ത് ആസ്മൻ ഗോൾഡ് പറഞ്ഞ് എൻ്റെ എഡിറ്റേഴ്സാണ് വീഡിയോ പബ്ലിഷ് ചെയ്യാറ്, അവരോട് ചോദിച്ചു നോക്കണം എന്നുള്ള രീതിയിൽ. സംഭവം എന്താന്ന് വെച്ചാൽ ഇപ്പോഴും അവൻ എലോൺ മസ്ക് ഇപ്പോഴും ക്ലെയിം ചെയ്യണ എന്താ പുള്ളിക്കാരൻ തന്നെയാണ് ഈ ഗെയിമൊക്കെ കളിച്ചത്, പുള്ളിക്കാരനാണ് ഈ അക്കൗണ്ട് ഈ ഒരു രീതിയിൽ എത്തിയത്. ലൈക്ക് പിടിക്കപ്പെട്ടിട്ട് പോലും അത് എന്ത് പറഞ്ഞ ലൈക്ക് അഡ്മിറ്റ് ചെയ്യണില്ല. സംഭവം ഇപ്പൊ ഈ പറഞ്ഞ ഗെയിമുകളൊക്കെ നീ ഒരു ഗെയിമർ ഗോഡ് ആണെങ്കിൽ പോലും ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്താല അതേപോലെയുള്ള ലൈക്ക് ആ ഒരു ലെവലിലേക്ക് എത്തുള്ളൂ. മിക്ക ഗെയിമും അങ്ങനെ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അതൊരു സ്കിൽ ഇഷ്യൂന്റെ ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്കില്ലും പിന്നെ കുറെ ടൈമും അതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല ഇലോൺ മസ്കിന് അതിന് മാത്രം സമയം ദിവസം ഇലോൺ മസ്കിനെ പോലെ ബിസി ആയ ഒരാൾ ഈ ഗെയിം കളിക്കും. ബിസി മീൻസ് കമ്പനി നടത്തുന്ന ബിസി അല്ല. ഒരു ദിവസം എത്ര ട്വീറ്റാ ചെയ്യണത് ആവറേജ് ട്വീറ്റ് ചെയ്ത് ബിസി ആണല്ലോ. അല്ല ഇനി ട്വീറ്റ് ചെയ്യുന്നതും വേറെ ആരെങ്കിലും ആണോ? സത്യമാണ് കേട്ടോ. അല്ല എടാ ഇത് ട്വീറ്റ് ചെയ്യുന്ന വേറെ ആളാവാൻ സാധ്യതയില്ല. കാര്യം ലൈക്ക് ഈ എലോൺ മസ്കിനെ പോലെ തന്നെ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആളായിരിക്കണം ഇതിന്റെ പുറകെ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരുത്തനെ കണ്ടുപിടിക്കാൻ പാടാ. നമ്മളൊന്നും വിചാരിക്കാത്ത സംഭവമാണ്. ആക്ച്വലി അവൻ ഗെയിം കളിക്കുമായിരുന്നു, ബാക്കിയെല്ലാം ട്വീറ്റ് ചെയ്യുന്നത് വേറെ ആളുകളാണ്. നോക്ക് വേറൊരാള് കളിച്ച അക്കൗണ്ടിന്റെ ഇത് ക്ലെയിം ഇയാൾ എടുക്കാണ്. ഓക്കെ ഇത് എന്റെ അക്കൗണ്ടാണ്, എന്റെ വർക്കാണ്, ഇതാ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ മുമ്പിൽ കാണിക്കും. ഇത് എനിക്ക് തോന്നുന്നു പണ്ടും വേറുള്ളവരെ വർക്കാണ് പുള്ളിയുടെ വർക്ക് എന്നുള്ള രീതിയിൽ ലോകത്തിന് മുമ്പിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു നാർസിസ്റ്റിക് ബിഹേവിയർ വീണ്ടും വീണ്ടും കാണിക്കുന്ന രീതിയിലുള്ള എന്താ ഇൻസിഡൻസ് ആണ് വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവൻ ഈ ഫൗണ്ടർ ഓഫ് ടെസ്ല സെൽഫ് ഐഡന്റിഫൈ അറിയാലോ, സെൽഫ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപയൊക്കെ മുടക്കുന്നുണ്ട്. ആക്ച്വലി ടെസ്ല ഇവൻ വാങ്ങിച്ച കമ്പനിയാണ്, വേറെ ആൾക്കാരുടെ ഐഡിയ ആണ്, ഒറിജിനൽ ഐഡിയ വേറെ ആൾക്കാരുടെയാണ്. അപ്പൊ ഇവൻ വാങ്ങിച്ച കമ്പനിയാണ്. അപ്പം ഇത് ത്രൂ ഔട്ട് ഇവന്റെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിങ്ങനെ ഒരു തീം കാണാൻ പറ്റും, ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ ഒരു തീം കാണാൻ പറ്റും. ഞാൻ ഒരു സംഭവമാണ്, ഞാനൊരു അടിപൊളി സാധനമാണ്
എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ഇവരുടെ ആദ്യത്തെ കമ്പനിയിൽ തന്നെ ഇവരത് ഓവർ സെല് ചെയ്യുന്നു എന്നൊരു കംപ്ലൈന്റ് അവിടുത്തെ എംപ്ലോയീസ് തന്നെ പല ഘട്ടങ്ങളായിട്ട് പറയുന്നതിന്റെ ഡോക്യുമെന്റേഷൻ ഉണ്ട്. അതായത് അവർ തന്നെ പറയണത് ഇവൻ പറയുന്ന പോലെ അല്ല, നമുക്ക് കുറെ ബഗുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവൻ ഇതെന്തോ നമ്മൾ ഭാവിയിലേക്കുള്ള ഒരു സഞ്ചാരമാണെന്നൊക്കെ പറഞ്ഞു ഇവൻ അടിയോടെ അടിയാണ്, തള്ളോടെ തള്ളാണ് എന്ന് പറയുന്ന രീതിയിൽ ആൾക്കാര് പലരും അത് എന്നെ കോൾ ഔട്ട് ചെയ്യണം. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ, എംപ്ലോയേഴ്സ് തന്നെ. എംപ്ലോയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണി എടുക്കുന്നതും എന്താണ് ഇവിടെ നടക്കുന്നതെന്നും അറിയാവുന്നത്. ഇവൻ ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരു റോളുള്ള ഒരാളല്ല ഈ എലോൺ മസ്ക്. പിന്നെ ഇവൻ ടെസ്ലയുടെ കമ്പനി ആക്ച്വലി ബൂസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗവൺമെന്റ് സാങ്ഷൻസും ഗവൺമെന്റ് ഫണ്ടും വെച്ചിട്ടാണ്. ഗവൺമെന്റ് ആ സമയത്ത് ഈ ഇലക്ട്രിക് കാർസും അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസും പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റി ഫ്യൂവലിന് പകരം ഫോസിൽ ഫ്യൂൽസിന് പകരം ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്ന ഈ വെഹിക്കിൾസും മറ്റു കാര്യങ്ങളും ഒക്കെ ഫണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതോ സ്പേസ് പ്രോഗ്രാംസും മറ്റു കാര്യങ്ങളൊക്കെ ഗ്രാന്റുകളും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കമ്പനികൾ. അപ്പൊ ആ സമയത്ത് ഇത് ഫോംസ് ഒക്കെ ഫില്ല് ചെയ്ത് ഗവൺമെന്റിന് കൊടുക്കണം. അതിനകത്തെല്ലാം ഇവൻ ഓവർ സെല്ല് ചെയ്യാണ്. ടെസ്ലയ്ക്ക് ഈ ടെക്നോളജി ഉണ്ട്, ആ ടെക്നോളജി ഉണ്ട്, നമ്മൾ അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഓവർ സെല്ല് ചെയ്ത് ഇവൻ ഈ ഗ്രാന്റുകൾ വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് ടെസ്ലയുടെ ഇതിനകത്താണെങ്കിൽ അവന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്ല ഭാവിയിലേക്കുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാണ്. ഞങ്ങൾ ഭാവിയിലേക്ക് കടന്നു കയറുന്നത് ഈ ഹ്യൂമൻ റേസിനെ ഭാവിയിലേക്ക് കൊണ്ടുപോകുന്ന പയനിയേഴ്സ് ആണ് ഞങ്ങൾ എന്നല്ല ഞാൻ എന്നുള്ള പറയുന്നത്, മനസ്സിലായോ? മാർസിൽ ഓടിക്കാനുള്ള കാറൊക്കെയാണ് ഇപ്പോഴും ഡിസൈൻ ചെയ്തത്. അതെ, മാർസിൽ ഓടിക്കാനുള്ള കാറ്, പിന്നെ ഹൈപ്പർ ലൂപ്പ്. ഹൈപ്പർ ലൂപ്പ് ഒക്കെ സംഭവിക്കുമ്പോൾ സയന്റിസ്റ്റുകളൊന്ന് പറയാനായിട്ട് ഇതൊന്നും ഫിസിക്കലി പോസിബിൾ അല്ല. ഇതൊക്കെ ഇവൻ ഈ ആൾക്കാരെ ഇങ്ങനെ എലോൺ മസ്ക് രക്ഷകനാണ്, അയാൾ എന്ന് പറഞ്ഞ എന്തോ കില്ലാടിയാണ് എന്ന് പറയുന്ന ഒരു ഇംപ്രഷൻ വിവരമില്ലാത്ത ആൾക്കാരിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പറയുന്ന ഓരോ സാധനങ്ങളാണ് ഈ ഹൈപ്പർ ലൂപ്പ് മറ്റേത് മനസ്സിലാക്കുക. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ പല ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർ വന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് നീ ചെയ്യുന്നത്, ഇതിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളപ്പോൾ എങ്ങനെ നീ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അവരെയൊക്കെ ഇവൻ അങ്ങനൊന്നും അല്ല, മസ്കിന്റെ ഫാൻസ് ഒക്കെ വന്നിട്ട് അങ്ങനൊന്നും അല്ല, നിങ്ങൾക്ക് എന്റെ പരിപാടി അറിയാത്തതാണ്, മസ്ക് ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവോ എന്നൊക്കെ പറഞ്ഞ് അവരെ പഠിപ്പിക്കാതിരിക്കുക, ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരെ പഠിപ്പിക്കാതിരിക്കുക ഇവന്മാര്. അപ്പോ ലൈക്ക് ഇതൊരു ഭയങ്കര ഒരു പ്രശ്നമാണ്. ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കൊണ്ടുവരാനായിട്ടുള്ള കുറച്ച് അതിബുദ്ധിയുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ ഈ റോമൻ സിവിലൈസേഷനില് ഒരു എലൈറ്റ് ക്ലാസ് ഉണ്ട്, ഒളിമ്പിയൻസ് ഉണ്ട്. അതേപോലെയാണ് ഈ പറയുന്ന എലൈറ്റ് ക്ലാസ്സുകൾ, എലൈറ്റ് ആൾക്കാർ കുറച്ചുപേരുണ്ട്. അവര് വന്ന് നമ്മളെ രക്ഷിക്കും, അവരെ നമ്മൾ അങ്ങ് സപ്പോർട്ട് ചെയ്യുക, അവരെ അങ്ങ് ലിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതി, ഒരു ടെക്നോളജിക്കൽ ഒരു വിധേയത്വം, ആ ടെക്നോളജി വഴി നമ്മളെ രക്ഷപ്പെടും എന്ന് പറഞ്ഞൊരു പ്രതീക്ഷ. ദാറ്റ് ഈസ് വാട്ട് ഹി ഈസ് സെല്ലിങ്. മസ്കിന്റെ ഒരു മെയിൻ സ്ട്രാറ്റജി അതാണ്. നമ്മൾ എവിടെ നിന്നാണ് ഇവിടെ വരെ എത്തിയത്? ഗോപൻസ്വാമി റീസെന്റ് ഇഷ്യൂസ് യുഎസിലെ ഇഷ്യൂസില് മസ്ക്, ട്രംപ് അതൊക്കെ ആയിരുന്നു പറഞ്ഞത്. ഗോപൻസ്വാമിയുടെ സമാധിയായ കാര്യം പറയാം. അതെ, അല്ല എടാ, ഞാൻ ഈ യുഎസിന്റെ കാര്യം പറഞ്ഞത് ഇതെല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രണ്ട് നാർസിസിസ്റ്റുകൾ ഒരു ഫാഷിസ്റ്റ് മൂവ്മെന്റിന്റെ ഹെഡിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നു നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഏകദേശം ഇതൊക്കെ തന്നെയാണ്. ഇനി 4 വർഷം കഴിയുമ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കും നടക്കാന്നൊക്കെ നമുക്ക് അറിയാം. ഈ ബാക്കി എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളൊരു പേടിയിലാണ് നമ്മൾ ജീവിക്കുന്നത്, മനസ്സിലായോ? അല്ലാതെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സംഭവമാണ്. പക്ഷെ കേരളത്തിലെ സംഭവങ്ങൾ അങ്ങനൊന്നും അല്ല. നമ്മൾ ഈ 2025 തുടങ്ങുന്നു, 2024 വരെ അവസാനം വരെ പോകുന്ന ഒരു ടെമ്പർ ഉണ്ട്. അത് കണക്കല്ല 2025 തുടങ്ങിക്കഴിഞ്ഞിട്ട് ഉള്ളൊരു പേസ് എന്ന് പറയുന്നത് വേറൊരു ഡയറക്ഷനിൽ അത് പോകുന്നത്, മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഭയങ്കര അൺഎക്സ്പെക്ടഡ് സാധനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സമാധിയുടെ ഇടയിൽ എന്തോ ഒരു ഇസ്ലാമോഫോബിയ വന്നിട്ടുണ്ടായിരുന്നു. അയാള് ആ സമാധിയുടെ മോനല്ലേ, മുസ്ലിങ്ങളുടെ കബർ പൊളിക്കോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. ഈ സമാധിയുടെ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോ പുള്ളിക്കാരൻ മീഡിയനോട് പറഞ്ഞത് ഒരു കമ്മ്യൂണിറ്റിയും നമ്മൾ ഇത്ര അധികം എതിർത്തിട്ടില്ല, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാത്രം എന്താ നമ്മളോട് ഇത്ര ശത്രുത എന്നുള്ള രീതിയിൽ ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടാ ഇതൊക്കെയാണ് ഇവര് ഭയങ്കര സസ്സാക്കിയത്. ഇവന്മാര് പ്രശ്നമാണെന്ന് ആൾക്കാർ പറയാൻ തുടങ്ങിയത് ഈ സാധനം കാരണമൊക്കെയാണ്. ഇവൻ അതൊന്നും പറഞ്ഞില്ല ചിലപ്പം
ആൾക്കാരൊക്കെ ഇത് എന്റർടൈൻമെന്റ് ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ടിരുന്നത്. മറ്റേത് ആൾക്കാർ കൺക്ലൂഡ് ചെയ്തത് ഇവൻ തന്റെ തല്ലിക്കൊന്ന് അവിടെ സമാധി ഇരുത്തിയേക്കാണ് എന്നുള്ളത് അവരെ കൺക്ലൂഡ് ചെയ്തു. ഇവൻ ഇതൊക്കെയല്ലേ പറയുന്നു. അപ്പം അതാണ് ആക്ച്വലി അതിനകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്. ഭയങ്കര നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സാധനമൊക്കെയാണ്. അതായത് ക്ലൈമാക്സ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അതെ. As per DNA report. As per DNA report. ഇതിലൊന്നും സമാധി വരണ്ടല്ലോ. അപ്പൊ ലിറ്ററലി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും ഇതൊക്കെയാണ് ഇത് സംഭവിച്ചത്. കാരണം ഞാൻ ഉറപ്പിച്ച് ഇവൻ മറ്റേത് പരിപാടി സമാധിയാക്കിയതാണ് എന്ന് ഞാൻ റാസി ഉറപ്പിച്ചു. പറഞ്ഞിട്ട് അടുത്ത് ജൈക്ക് ഇഷ്യൂ അറിയില്ലായിരുന്നു സ്റ്റാർട്ടിങ്ങില്. റാസി പറഞ്ഞ മോൻ തല്ലിക്കോ അച്ഛനെ തല്ലിക്കൊന്നിട്ടാണ് ഉറപ്പിച്ച്. കാര്യം ഇവൻ ഇതൊക്കെയല്ലേ പറയുന്നത് എന്ന് പറഞ്ഞാ ലൈക്ക് ആദ്യം ഇവൻ സമാധിയായി ഇതാ അങ്ങനെയാണ് സമാധിയാണെന്നൊക്കെ പറയുമ്പോ നമ്മൾ വിചാരിക്കുന്നത് എന്തോ വിവരമില്ലാത്ത ആരോ എന്തൊക്കെയോ പറയുന്നു, എന്തോ ഒരു എന്താണ് വിഷയം എന്നറിയില്ല, നമുക്ക് എന്താന്ന് പഠിക്കാമെന്ന് പറഞ്ഞിട്ടാ നിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവൻ ഭയങ്കര ഡെസ്പറേറ്റ് ആവുകയാണ്. ഇവൻ ഡെസ്പറേറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മന്ത്രവും ശാസ്ത്രവും ഒന്നും അല്ല പറയുന്നത്. മറ്റേ സമാധിയാവുമ്പോ മറ്റേ കുണ്ടരിഞ്ഞു ഉണരുന്നു ആ സാധനം ഒന്നും അല്ല പിന്നെ പറയുന്നത്. പിന്നെ പറയുന്നത് മുസ്ലിം തീവ്രവാദി, അവൻ തീവ്രവാദി, അവന്മാരല്ലാത്രയും കാരണം എന്ന് പറഞ്ഞ് ഫുൾ ഓൺ വർഗീയത. അവിടെ പിന്നെ VHP വരുന്നു, BJP വരുന്നു, എല്ലാ ടീമും എല്ലാ റോക്കറ്റുകളും അവിടെ അങ്ങ് സംഘടിക്കുകയാണ്. പിന്നെ അവരുടെ ഒരു പൂണ്ട് വിളയാട്ടം. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് രാഹുൽ ഈശ്വർ വന്നു അതില്. അതിലും വന്ന് കേരളയിലുള്ള എല്ലാ ഇൻസിഡന്റ് ഇപ്പൊ എല്ലാ ഇൻസിഡന്റിലും രാഹുൽ ഈശ്വർ ഉണ്ട്. കേരളത്തിലെ മസ്ക 1% കീടാണുണ്ടല്ലോ, അതാണ് രാഹുൽ ഈശ്വർ. എവിടെ പോയാലും അവരെ കാണും. അപ്പം ഇതിനകത്ത് രാഹുൽ ഈശ്വർ വരുന്നു. അങ്ങനെ എല്ലാ ബേസിക്കലി പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിക്ക് ലൈക് കോടതി പറയട്ടെ, വിധിക്കട്ടെ, അവൻ നമ്മളായിട്ട് എന്താ ഫോഴ്സ് ചെയ്യരുത്. അതെ, കോടതി വിധിക്കണം എന്നുണ്ടെങ്കിൽ ഇവനെ പുറത്തെടുക്കണമല്ലോ, അതല്ലേ നമ്മൾ പറയണേ. അപ്പം രാഹുൽ ഈശ്വറിന്റെ കൺസേൺ എന്ന് പറഞ്ഞാൽ ഇത് പുറത്തെടുത്തിട്ട് ഇത് മർഡർ അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളതാണ്. ഇത് പുറത്തെടുത്ത് മർഡർ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല ഇത് നമ്മൾ ഈ പരിപാടി പറയുന്നത്. ഇതൊരു ഡ്യൂ പ്രോസസ് ആണ്. ഒരാള് അൺനാച്ചുറൽ ഡെത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അയാളെ പോസ്റ്റ്മോർട്ടം ചെയ്യുക, അത് മർഡർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. അതൊരു ചെക്ക് ആൻഡ് ബാലൻസ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ വെച്ചിരിക്കുന്ന കാര്യമാണ്. അയാൾ മർഡർ ആയില്ലെങ്കിലും അയാൾ മർഡർഡ് അല്ലെങ്കിലും വേറെ എന്തെങ്കിലും നാച്ചുറൽ ഡെത്ത് കൊണ്ടാണ് മരിച്ചെന്നുണ്ടെങ്കിൽ ഇവിടെ അയാളെ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാന്നുള്ളത് അത് ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ ഒരാളെ കൊണ്ടുപോയി സമാധി ഇരുത്തിയാണ് എന്നും പറഞ്ഞുകൊണ്ട് എവിടെയും കൊണ്ടുപോയി കുഴിച്ചിട്ടായിരുന്നു ഇമാർ ഈ ന്യായം സമ്മതിക്കുകയോ ഇല്ല. സമാധി ഇരുത്തി എന്നുള്ളതാണ് ഇതിനകത്തെ ഹൈലൈറ്റ്. ഇത് കുഴിച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ കൂടെ ഒരു ഗോപുരം പണിത് കഴിഞ്ഞാൽ അവിടെ പിന്നെ ഇനി കൺഫ്യൂഷൻ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്തൊക്കെയാണ് ഇതൊക്കെ ഒരു ആധുനിക സമൂഹത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളാണ്. ലാഭം കിട്ടിയത് സബ് കളക്ടർ ആൽഫ്രഡിനാണ്. അതെ, സമാധിയാണോ? ഞാനിത് നോട്ടീസ് ചെയ്തത് ബേസിക്കലി എനിക്കിത് എനിക്ക് അതിന്റെ ആ ഫണ്ണി സംഭവം ഫീൽ ചെയ്ത് തുടങ്ങിയത് അയാൾ ആ കഥ പറയുമ്പോഴാണ്. അച്ഛൻ വന്നിട്ട് പ്രഷറിന്റെ ഷുഗറിന്റെ ഗുളിക കഴിച്ചിട്ട് പറഞ്ഞു എനിക്ക് സമാധിയാൻ സമയമായി. സ്ലാങ്ങിലാ പറയണത്, എന്തിനു മക്കളെ ഞാൻ സമാധിയാവുമ്പോ അച്ഛൻ പറഞ്ഞ് സമാധിയാവുന്നത്. എടാ അത് കൊല്ലം തിരുവനന്തപുരം ഡിഫറൻസ് ഉണ്ട്. തെക്കോട്ടുള്ളത് അറിയാത്തോണ്ടാണ്. എടാ ആക്ച്വലി പ്രോപ്പർ തിരുവനന്തപുരമാണ് ഇത്. എന്റെ സ്ലാങ് കൊല്ലമാണ്. എല്ലാ ഇവൻ ഒരുപോലെ ആണെന്ന് തോന്നുന്നു. ആക്ച്വലി കൊല്ലവും ട്രിവാൻഡ്രവും തമ്മില് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. ചില വാക്കുകളൊക്കെ വലിയ വ്യത്യാസമില്ല അത് പറ. എടാ പോടാ, അത് ആക്ച്വലി അത് പക്ഷേ വി ക്യാൻ ഗ്രാൻഡ് മോസ്റ്റ് ഫണ്ണി സ്റ്റോറീസ് വരുന്ന ആ ഒരു 2 ജില്ലയിൽ നിന്നാണ്, കൊല്ലം തിരുവനന്തപുരം. അതെ, ഫ്യൂരികളും പിന്നെ ഈ ഗ്രീഷ്മ കേസും തിരുവനന്തപുരം അല്ലേ? നെയ്യാറ്റിൻകര. അത് ഗോപന്റെ ഇഷ്യൂ അല്ലേ? നെയ്യാറ്റിൻകര രണ്ട് നെയ്യാറ്റിൻകരയാണ്. സെഷൻ കോടതി ഈ ഗ്രീഷ്മയുടെ ഓഡിയോ കേൾക്കുന്നുണ്ട്. എനിക്ക് ഞാൻ ഇവിടുന്ന് പോയിസൺ ഒന്നും ആയില്ല ഓഡിയോ ഒക്കെ എനിക്കത് കേൾക്കുമ്പോൾ ക്രിഞ്ചടിക്കും. ലൈക്ക് പീപ്പിൾ ആർ ഷെയറിങ് ഇറ്റ്. ഇവിടെ ഗ്രീഷ്മയുടെ കേസ് അതും കൂടെ ഒന്ന് പറയാം. ലൈക്ക് അതും ഇവിടെ ഈ സമയത്ത് നടന്ന കാര്യമാണല്ലോ. സോ ഇവിടെ ഗ്രീഷ്മയ്ക്ക് ഡെത്ത് പെനൽറ്റിയാണ് കൊടുത്തേക്കുന്നത്. നോ ഡൗട്ട് ഗ്രീഷ്മ ചെയ്തത് ഒരു ഹീനിയസ് ക്രൈമാണ്. ഒന്നതിൽ
ഇൻറ്റൻഷനലി അയാളെ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് തെളിഞ്ഞിരിക്കുന്നത്. ആസ് പെർ ദി തെളിവുകൾ അങ്ങനെയാണ് നമുക്ക് റീസണബിളി കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഡെത്ത് പെനൽറ്റി കൊടുക്കുന്നത് ഇതിൽ ജസ്റ്റിഫൈഡ് ആണോ എന്നൊരു ചോദ്യമുണ്ട്. വൈ ഈസ് ഇറ്റ് ഒരു ഡെത്ത് പെനൽറ്റി? ലൈക്ക് ഇപ്പം നമ്മുടെ കോടതി സാധാരണ കൊടുക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ റെയറസ്റ്റ് ഓഫ് ദി റെയറസ്റ്റ് ആണ് എങ്കിൽ നമുക്ക് ഡെത്ത് പെനൽറ്റി കൊടുക്കാനാണ്. പക്ഷേ ഇത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഈസ് എ ഡിസ്ക്രിമിനേഷൻ. ഞാൻ കുറച്ച് കോൺട്രവേഴ്സിലാണ് പറയാൻ പോകുന്നത്. ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് ഷീ ഡിസേർവ്സ് ഡെത്ത് പെനൽറ്റി. കാരണം ഈ ലവ് ഫെയിലിയർ കാരണം ആളെ മാറ്റണം, കൊല്ലുക, അങ്ങനെ കുറെ ഇൻസിഡൻസ് ഉണ്ട്. എക്സാക്ട്ലി. ഇത് ബേസിക്കലി റെയറസ്റ്റ് ഓഫ് റെയറസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത് ഓക്കെ, ആണുങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊല്ലാം, യു വിൽ നോട്ട് ഗെറ്റ് ഡെത്ത് പെനൽറ്റി. കാരണം അത് റെയർ അല്ല, ഹീനിയസ് ആണ്, പക്ഷെ റെയർ അല്ല, പക്ഷേ കോമൺ ആണ്. പക്ഷേ പ്രിൻസിപ്പിൾ ഓക്കെ, പക്ഷെ ഞാൻ ലൈക്ക് കുറച്ച് റെലവെന്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തുതരാം. എന്നുവെച്ചാൽ ഈ ആസിഡ് അറ്റാക്ക് അല്ലെങ്കിൽ അടിക്കുക, കുത്തുക അങ്ങനെയുള്ളതൊക്കെ കുറച്ചുകൂടി സ്പോണ്ടാനിയസ് ആക്ഷൻസ് ആണ്. അല്ലാതെ ഒരുപാട് കാലങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് കൊല്ലണം, ഇങ്ങനെ കൊല്ലണം. പക്ഷെ ആസിഡ് അറ്റാക്ക് ഓഫ് കോഴ്സ് പ്ലാൻ ചെയ്യണതാണല്ലോ, അതൊക്കെ പ്ലാൻ ആണ്. ഐ മീൻ ഞാൻ ജസ്റ്റ് ഇത്ര പറഞ്ഞു, സ്പോണ്ടാനിയസ് കേസുകളും മറ്റേ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കേസുകളും രണ്ടിനും രണ്ടായി കാണണം. കാരണം സ്പോണ്ടാനിയസ് ആയി നടന്നു കഴിഞ്ഞാല് അതിന് ഡെത്ത് പെനാൽറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് സ്ഥലങ്ങൾ. സോ ഇവിടെ മാത്രല്ല, മറ്റേ ജോളി കേസില്ലേ കൂടത്തായി, അതെത്ര 4 കൊലപാതകം ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഫൈൻ. ഐ മീൻ ദാറ്റ്സ് ഓക്കെ. ഐ മീൻ 4 കൊലപാതകം, ഇത് സീരിയൽ കില്ലർ എന്നൊക്കെ പറയാം. അതൊക്കെ പിന്നെ അതിന് ഡെത്ത് പെനൽറ്റി കൊടുക്കുന്നത് എനിക്ക് അത്ര വലിയ തെറ്റായിട്ടൊന്നും. ബേസിക്കലി ഡെത്ത് പെനാൽറ്റിയുടെ എഗെയിൻസ്റ്റ് നമ്മൾ ഓൾറെഡി ആർഗ്യൂ ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോയിൽ ആർഗ്യൂ ചെയ്തിട്ടുണ്ട്. നമ്മള് ആർക്ക് ഡെത്ത് പെനാൽറ്റി കൊടുക്കണേനും എതിരാണ്. പക്ഷേ ഡെത്ത് പെനാൽറ്റിക്ക് ചില സമയത്ത് എന്തെങ്കിലും ഡിറ്ററന്റ് ആയിട്ടുള്ള ഇതുണ്ടോ, ക്വാളിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ ഇങ്ങനെ ചില വളരെ ഇങ്ങനത്തെ കേസുകളിൽ കൊടുത്തു കഴിഞ്ഞാല് അങ്ങനത്തെ ക്രൈമുകൾ ചെയ്യുന്നതിൽ നിന്ന് ആളുകളെ ഒഴിവാക്കൂ. അതിന് ഡേറ്റ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ ഡെത്ത് പെനാൽറ്റി ഒരു ക്രൈമിന് കൊടുക്കുന്നതും അതിന്റെ ക്രൈം റേറ്റ് കുറയുന്നതും തമ്മിലൊരു കോറിലേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു ഡേറ്റ ബാക്ക്ഡ് ഒരു എവിഡൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡിറ്ററൻസിന്റെ കേസ്. പക്ഷെ ഞാൻ ജസ്റ്റ് ആളുകളെ റിയാക്ഷൻ ഒന്ന് പറഞ്ഞത്, ആളുകളെ ലൈക്ക് നീതിബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ക്രൈം അവിടെ നടന്നു കഴിഞ്ഞാൽ ഈ ചെയ്ത ആളെ എങ്ങനെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, റിവെഞ്ച് തീർക്കുക എന്ന് പറയണ പോലെ ചെയ്തത് കൊണ്ട് അതിനെ അവെഞ്ച് ചെയ്യണം. അപ്പൊ ഒരു റിവെഞ്ച് മെന്റാലിറ്റി കൊടുക്കുന്ന രീതിയിലുള്ള നീതിബോധമാണ് ആളുകൾക്കുള്ളത്. പക്ഷെ യഥാർത്ഥത്തില് നീതിബോധം എങ്ങനെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൈം അവിടെ നടന്നു കഴിഞ്ഞാൽ അത് ഇനി സമൂഹത്തില് വീണ്ടും നടക്കാതെ നമ്മൾ എങ്ങനെ സൂക്ഷിക്കാം, ലൈക്ക് ഇനി അത് നടക്കരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ നീതിബോധത്തിനെ മനസ്സിലാക്കേണ്ടത്. പക്ഷെ കുറെ ആൾക്കാർക്ക് ലൈക്ക് ഗ്രീഷ്മ ഡിസർവിങ് ആണ് എന്ന് പറയുന്നതിനോട് എന്താ ഇങ്ങനെ തന്നെ കിട്ടണം, ഇതിനും വലുത് കിട്ടണം. അവിടെയാണ് ഞാൻ പറയാൻ വന്നത്. അവിടെ എനിക്ക് ആഡ് ചെയ്യാനുള്ള പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ദർ ആർ ലോട്ട് ഓഫ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രാംസ് ഇൻ മലയാളം. ഇപ്പോൾ മലയാളത്തിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കേരളത്തിൽ നടന്ന കൊലപാതകങ്ങളും ആ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിനകത്ത് ഈ ഒരുപാട് സ്ത്രീകൾ മരിക്കുന്ന ഒരു ഭൂരിപക്ഷം കേസുകളിലും വരുന്ന ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേറൊരു വ്യക്തി സ്ത്രീയെ പ്രണയിച്ചതിന് ശേഷം ഒഴിവാക്കാൻ വേണ്ടി നടത്തുന്ന കൊലപാതകങ്ങളാണ്. ലൈക്ക് ഒരുപാട് കൊലപാതകങ്ങളിൽ ബേസിക്കലി നിങ്ങൾക്ക് അൺഐഡൻറ്റിഫൈഡ് ബോഡി കിട്ടുന്നു, അല്ലെങ്കിൽ ദൂരസ്ഥലങ്ങളിൽ നിന്ന് ബോഡി കിട്ടുന്നു. ആൻഡ് ഫൈനലി വെൻ ദേ ട്രൈ ടു ക്രാക്ക് ദി കേസ്, അതിനകത്ത് കിട്ടുന്ന ഇവർക്ക് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, ആ റിലേഷൻ വഴി ചിലപ്പോൾ പ്രഗ്നൻ്റ് ആയി, അല്ലെങ്കിൽ ദറ്റ് ഗേൾ ആസ്ക് ഫോർ മാരേജ്, അല്ലെങ്കിൽ അയാൾക്ക് മടുത്തു. അപ്പോൾ അവിടെ ഒന്നും തന്നെ നമുക്കൊരു ഡെത്ത് പെനൽറ്റി കാണുന്നില്ല. പക്ഷേ ഗ്രീഷ്മ ചെയ്യുമ്പോൾ ഇത് ഡെത്ത് പെനൽറ്റിയിലേക്ക് പോവുകയാണ്. ആൻഡ് ഫുൾ ഓഡിയൻസ്, ഫുൾ സമൂഹം ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഗ്രീഷ്മ അല്ല സപ്പോർട്ട് വരണത് ഒരു എന്താ അല്ലെ, ഗ്രീഷ്മ ആയതുകൊണ്ട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യണത് ഇങ്ങനെ ഡെത്ത് പെനാൽറ്റി പെട്ടെന്ന് സപ്പോർട്ട് വന്ന്. ഇത് ഞാൻ പറയുന്നത് ഒരു ഹേറ്റ്, ലൈക്ക് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ ഇങ്ങനെ ഒന്നും ചെയ്യരുത്. സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഷീ ഡിസേർവ്സ് മോർ പണിഷ്മെൻറ്റ്. ലൈക്ക് ഒരു പുരുഷൻ ഒരു ക്രൈം ചെയ്യുമ്പോഴും സ്ത്രീ ഒരു ക്രൈം ചെയ്യുമ്പോഴും
പുരുഷൻ ക്രൈം ചെയ്യുന്നതിലും കൂടുതൽ സ്ത്രീ ഡിസേർവ് ചെയ്യുന്നുണ്ട്. പുരുഷൻ ഒരുപാട് ക്രൈം ചെയ്യുന്നതുകൊണ്ട് തന്നെ പുരുഷൻ്റെ ക്രൈം ഇപ്പോൾ നോർമലൈസ്ഡ് ആണ്. അവൻ ഒരാണായാൽ അങ്ങനെയൊക്കെ ചെയ്തെന്നൊക്കെ വരും, അവൻ ദേഷ്യത്തിന് ചെയ്തെന്ന് വരും, ദേഷ്യത്തിന് അടിച്ചെന്നിരിക്കും. ബട്ട് പെണ്ണ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഗിവൺ ആസ് വ്യൂഡ് ആസ് മോർ ക്രൈം. അപ്പം ഐ തിങ്ക് ഇവിടെ ജുഡീഷ്യറിയും ഈവൻ ദോ അവർ കുറ്റക്കാരിയാണെന്ന് കണ്ടുപിടിക്കുന്നതിലല്ല അവർ ജുഡീഷ്യറി എന്നോട് വെച്ച് കഴിഞ്ഞാൽ അവിടെ എൻ്റെ ഒരു വിമർശനം ജുഡീഷ്യറിയുടെ എൻ്റെ വിമർശനം ബേസിക്കലി ദേ ആർ ഗോയിങ് വിത്ത് ദി പബ്ലിക് ഇമോഷൻ, ലൈക്ക് ആ റെയറസ്റ്റ് ഓഫ് ദി റെയർ പ്രിൻസിപ്പിൾ, അങ്ങനെയുള്ള പ്രിൻസിപ്പിൾ എടുത്തിട്ടാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഐ ഡോണ്ട് തിങ്ക് എടാ ഇതിലെ സംഭവം വെച്ച് കഴിഞ്ഞാല് 1-2 ആൾക്കാരൊക്കെ മരിക്കുമ്പോ നമുക്ക് അതിനെ കുറിച്ച് ഭയങ്കര വിഷമവും ദേഷ്യവും അരിശവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഒരു 1000-2000 ആൾക്കാരൊക്കെ മരിച്ചു കഴിയുമ്പോൾ അതൊരു നമ്പറായി മാറും. നമ്പർ, നമുക്കൊരു നമ്പർ, ഒരു സ്റ്റാറ്റിസ്റ്റിക് മാത്രമായി അത് മാറും. എന്ന് പറയുന്ന പോലെ ഈ പുരുഷന്മാർ ചെയ്യുന്ന ക്രൈം, ഈ സ്ത്രീകൾക്കെതിരെ ചെയ്യുന്ന ക്രൈം ആയാലും ഈ പറയുന്ന ലവ് അഫെയർസിൽ ഉണ്ടാകുന്ന ഹേറ്റ് ക്രൈംസ് ആയാലും ഒക്കെ അത് നോർമലൈസ്ഡ് ആയി മാറിയിട്ടുണ്ട്. അതായത് ഓക്കെ, ഇത് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഇമോഷണൽ റെസ്പോൺസിൽ ദേ ഹാവ് ബിക്കം ഓക്കെ, ഇത് ഓക്കെ ഇങ്ങനെ നടക്കും എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനൊരു ക്രൈം ഒരു പുരുഷൻ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ലെവലിലുള്ള ഒരു ഇമോഷണൽ റെസ്പോൺസ് പലപ്പോഴും ഉണ്ടാവാറില്ല. ഇപ്പോ കൊൽക്കട്ടയിലെ റേപ്പ് നടക്കുന്നു, മറ്റിടത്ത് ഇവിടെ റേപ്പ് നടക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇരുന്ന് അങ്ങനെ ഒരു ദേഷ്യവും രോഷവും ഇതൊന്നും നമുക്ക് ഉണ്ടാവാറില്ല. കാരണം നമ്മളതെല്ലാം കേട്ട് 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 ഓക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്, നമ്മളത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് സബ് കോൺഷ്യസ്ലി തന്നെ. പക്ഷെ എന്നാല് ഇത് ഇവിടെ ഗ്രീഷ്മയുടെ കാര്യത്തില് പെട്ടെന്ന് വന്ന് ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ടു ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഒരു സ്ത്രീ വന്ന് ഒരു കാമുകനെ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പം നമുക്ക് ഇറ്റ്സ് സംതിങ് ന്യൂ ടു അസ്. അതും ഇങ്ങനെ പ്ലാൻഡ് ആയിട്ടുള്ള, ഇത് ആക്സിഡന്റൽ ആയിട്ടുള്ള മർഡർ ഒന്നുമല്ല, വളരെ പ്ലാൻഡ് ആയിട്ട് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹീനിയസ് ആയിട്ടുള്ള ക്രൈം. നമ്മൾ ഇതിനു മുമ്പ് പല ഇതിന്റെ വേരിയേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ആസിഡിലും മറ്റിനകത്തും ഒക്കെ. പക്ഷെ വളരെ ഹീനിയസ് ആയിട്ട് തന്നെ, ക്രിക്കഡ് ആയിട്ട് തന്നെ, പ്ലാൻഡ് ആയിട്ട് ഒരു മർഡർ നടത്തുന്നത് കാണുമ്പോൾ അതിന് പെട്ടെന്ന് നമുക്ക് ഒരു ഇമോഷണൽ റിയാക്ഷൻ ഉണ്ടാവുകയാണ്. ആ ഇമോഷണൽ റിയാക്ഷനാണ് പബ്ലിക്കിന്റെ ഇടയിലുള്ള ഈ ഒരു ഔട്ട്റേജും കാര്യങ്ങളും റാസി പറഞ്ഞ പോലെ തന്നെ. ആ ഔട്ട്റേജ് വിലയിരുത്തി ഈ അതിനെ മനസ്സിലാക്കിക്കൊണ്ടൊരു വിധി എഴുതുക എന്ന് പറയുന്നത് ഐ തിങ്ക് ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് ജുഡീഷ്യൽ പ്രാക്ടീസ്. അത് കുറച്ചുകൂടെ നമ്മൾ പുനഃപരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ഇത്തരം വിഷയങ്ങൾ വളരെ ഇമോഷണലായി നമ്മൾ സമീപിക്കുന്നു. I don't think we should approach these kind of issues, especially in case of justice. ഇങ്ങനെ ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ഇമോഷൻസ് നമ്മൾ വാല്യൂ ചെയ്തുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ഈ വിഷയങ്ങളെ സമീപിക്കുന്നത് ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനത്തെ കേസ് മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കില്ലല്ലോ ഒരു കാമുകനെ കൊല്ലുന്നത്. റേപ്പിന്റെ കേസില് ഇപ്പൊ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റേപ്പ് മിത്തുകളെ അക്കോർഡായിട്ട് വരുന്ന കേസാണെന്നുണ്ടെങ്കിൽ പബ്ലിക് സപ്പോർട്ട് കിട്ടും. സ്ത്രീനെ ബ്രൂട്ടലി റേപ്പ് ചെയ്ത് കൊന്നു, ഗാങ് റേപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ പബ്ലിക് ബേസിക്കലി ഈ കേസിന് ഭയങ്കര സപ്പോർട്ടായിരിക്കും. അവിടെയും അവര് പറയും മറ്റേ ഇവനെ ദുബായിൽ കൊണ്ടുപോയി അവനെ വെടിവെച്ച് കൊല്ലണം മറ്റെന്ന് പറഞ്ഞു. അതെ അതെ, അവിടെ പെൻഡുലം സ്വിങ് ചെയ്യണ പോലെ. അപ്പൊ അവരെ ഇമോഷൻ മറ്റേ എക്സ്ട്രീമാണ്. ഇവരൊക്കെ സുന വെട്ടണം, അല്ലെങ്കിൽ ഇവരൊക്കെ തല വെട്ടണം, തൂക്കിക്കൊല്ലണം, ആ ഒരു രീതിയിലാണ്. പക്ഷെ ഇത് ഗിവൺ ഈ പറഞ്ഞ റേപ്പ് മിത്തുകളോട് അക്കോർഡിംഗ് ആയിട്ടുള്ള കേസുകളാണെങ്കിൽ മാത്രം. അല്ല, ഈ റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീയുടെ വസ്ത്രം ശരിയല്ല, അല്ലെങ്കിൽ ബാറി വെച്ചിട്ടാണ് റേപ്പ് നടന്നത്, അങ്ങനെയുള്ള ഇൻസിഡന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മളൊരു റേപ്പ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. അതൊരു ഒരു സംഭവം ഉണ്ട്, ലൈക്ക് ഒരു പെണ്ണ് ലൈക്ക് ഗ്യാങ് റേപ്പ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരേ ദിവസം ഒരേ ടൈമിലാണ് ഗ്യാങ് റേപ്പ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ ആളുകൾക്ക് ഒരു വികാരമുള്ളൂ. ഇപ്പോൾ ലൈക്ക് ഓവർ എ പീരീഡ് ഓഫ് മന്ത് ആണെങ്കിൽ, അതായത് 30 ദിവസം കൊണ്ട് 60 പേര് റേപ്പ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ആളുകൾ പറയുന്നത് ആദ്യം നിങ്ങൾ പറഞ്ഞില്ല, രണ്ടാമതും കഴിഞ്ഞില്ല, 30 കഴിഞ്ഞില്ല, 59 വട്ടം കഴിഞ്ഞതിന് ശേഷം 60ാമത്തെ തൊട്ടയാണ് നിങ്ങൾ പറയുന്നത്. അതിലെന്തോ സംതിങ് ഫിഷി എന്നാണ് ഒരു ആറ്റിറ്റ്യൂഡ്. ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെ കൊന്നിട്ടല്ലേ ഉണ്ടാവില്ലേ, കാമുകനെ കൊന്നത് പ്രസിഡന്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരു ജുഡീഷ്യൽ സാധനം എപ്പോഴും ആ ഒരു ആംഗിളും നോക്കൂലേ, പണ്ടത്തെ കേസിലെ റൂളിങ്സ് എങ്ങനെയാണ്.
ഈ ഞാൻ പറഞ്ഞ സപ്പോർട്ടിന്റെ കാര്യമില്ല. സപ്പോർട്ട് അവിടെ ക്ലിയർ ആയിട്ട് ഒരു സൈഡിന് റേപ്പ് മിത്തുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സൈഡിന് കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ ഒരു ഇമോഷണൽ റിയാക്ഷൻ, ഈ റേപ്പ് മിത്തുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ കേസുകൾ നമ്മൾ നിരവധി കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം അങ്ങനെ ഒരു കേസ് കാണുന്ന സമയത്ത് നമുക്കൊരു ആ ദിവസം മൊത്തം പോയി കിട്ടുമോ, അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രസ്സോ, നമുക്ക് സോഷ്യൽ മീഡിയയിൽ പോയിട്ട് ഇതിന്റെ പോസ്റ്റുകളൊക്കെ എന്താണ്, അതിനകത്ത് പോയി കമന്റ് ചെയ്യുന്ന ആരൊക്കെയാണ്, അവന്മാരെ തള്ളക്ക് വിളിക്കാം, അങ്ങനെ തോന്നാറില്ല. നമ്മളത് കണ്ടു ഇട്ട് പോകുന്നു. അങ്ങനെ നമ്മുടെ വി മൂവ് ഓൺ വിത്ത് അവർ ഡെയിലി ലൈഫ്. നമ്മുടെ ആ നിരന്തരം നമ്മൾ ആ ഒരു ഡെയിലി ലൈഫിൽ നമുക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. വി ജസ്റ്റ് റീഡ് ദ ന്യൂസ്. നമ്മൾ കുറച്ച് ആ ന്യൂസുകൾ വായിച്ചുകൊണ്ടേ ഇരിക്കുന്നു, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്നല്ലാതെ നമുക്ക് ഈ പഴയ പോലെ ഒരു ഇമോഷണൽ റിയാക്ഷൻ ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ ഗ്രീഷ്മയുടെ കേസിൽ അങ്ങനെ അല്ല. ലൈക്ക് പീപ്പിൾ ആർ സോ ഔട്ട്റീച്ച്ഡ്. ആൾക്കാർക്ക് ആ ഒരു സ്ട്രെസ്സും ദേഷ്യവും വിഷമവും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ ഈ കേസിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അൺലൈക്ക് ദി പ്രീവിയസ് കേസസ്. പിന്നെയുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ വിക്ടിം ബ്ലെയിമിംഗ് ആണ്. അത് പ്രതീക്ഷ ഓൾറെഡി ഒരു റീല് ചെയ്തിട്ടുണ്ട്. രാഹുൽ ഈശ്വര് നിങ്ങൾ വിക്ടിം ബ്ലെയിമിങ് ചെയ്യല്ലേ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് എന്താ ഒരു ഏതൊരു ന്യൂസ് ചാനലിൽ പറയണത്. ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആണുങ്ങൾ വിക്ടിം ആവുമ്പോഴും പെണ്ണുങ്ങൾ വിക്ടിം ആവും. ഇപ്പോ ആണുങ്ങളെ കേസില് ആണുങ്ങൾ ഇപ്പൊ ആണുങ്ങളെ കേസില് ആണുങ്ങളാണ് ചെയ്യണത് അക്യൂസ്ഡ് എന്നുണ്ടെങ്കിൽ മാത്രമേ ആണുങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബ്ലെയിമിങ് അനുഭവിക്കേണ്ടി വരുള്ളൂ. പക്ഷെ പെണ്ണുങ്ങള് വിക്ടിം ആണെങ്കിലും എന്താ അതേപോലെ അക്യൂസ്ഡ് ആണെങ്കിലൊക്കെ ഈ പറഞ്ഞ പോലെ ബ്ലെയിം കേൾക്കേണ്ടി വരികയാണ്. പക്ഷെ ആണുങ്ങൾക്ക് ഒരു പ്രിവിലേജ് ഉണ്ട്, എന്ത് വിക്ടിം ആണെന്നുണ്ടെങ്കിൽ അത്തരം ഇത് കേൾക്കണ്ട, പ്രശ്നങ്ങളൊന്നും. ഇപ്പൊ ആരും കമന്റ് വന്നിട്ട് ഇവൻ എന്തിനാണ് അവരെ വീട്ടിലേക്ക് പോയത്, അല്ലെങ്കിൽ ഇവൻ ഈ വസ്ത്രം ധരിച്ചത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇവൻ എന്തിനാ ഈ പെണ്ണിനെ പ്രേമിച്ചത്, അങ്ങനൊന്നും. പക്ഷെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കോൾ ഔട്ട് ചെയ്യണം, നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യല്ലേ പ്ലീസ് എന്ന് പറഞ്ഞിട്ട്. രാഹുൽ ഈശ്വരൊക്കെയാണ് കോൾ ഔട്ട് ചെയ്യുന്നത്. റോസിന്റെ ഇഷ്യൂല് പുള്ളി കോൺസ്റ്റന്റ് ആയി വിക്ടിം ബ്ലെയിമിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കോൾ ഔട്ട് ചെയ്യുന്നത്. വേറൊരാള് നമ്മളെ ഷാരോണിനെ വിക്ടിം ബ്ലെയിം ചെയ്തു എന്ന് പറഞ്ഞിട്ട്. നമുക്ക് സാമൂഹിക വിഷയങ്ങളിൽ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ രാഹുൽ ഈശ്വർ പറയുന്നത് എന്താണ്, എന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ഡിസിഷൻ എടുക്കുക. അതാണ് വളരെ സിമ്പിൾ ഗൈഡാണ്, സിമ്പിൾ ഗൈഡ്. അല്ല, ഇതിനകത്ത് ഈ അഗെയിൻ ലൈക്ക് ആണുങ്ങളുടെ വിഷയത്തിലാണെങ്കിൽ തന്നെ അവർക്ക് സമാനമായ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നത് ഈ ആൺകുട്ടികളുടെ കാര്യത്തില് അവര് നേരിടുന്ന സെക്ഷൽ അബ്യൂസിന്റെ കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം നേരിടാം. അപ്പൊ അവരുടെ ഫ്രണ്ട് സർക്കിളിലാണ് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സർക്കിളിലൊക്കെ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ അവൻ ഭാഗ്യവാൻ എന്നൊക്കെ പറഞ്ഞുള്ള കമന്റുകളൊക്കെ ഞാൻ കാണാം. അത് പക്ഷെ വിക്ടിം ബ്ലെയിമിംഗ് അല്ല, അതെന്തോ ലൈക്ക് ഈ സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്നത് ആണുങ്ങളാണ് എപ്പോഴും അവിടെ ഡോമിനന്റ് എന്നുള്ള ഒരു ചിന്താഗതിയില്ലേ. അപ്പൊ ആണിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ആണിനാണ് അവിടെ ഒരു അപ്പർ ഹാൻഡ് ഉള്ളത്. നീ അപ്പൊ ഭയങ്കര ഭാഗ്യവാനാടാ, പെണ്ണ് നിനക്ക് ചെയ്ത് കിട്ടിയില്ലേ എന്നുള്ള രീതിയിലാണ്, കിട്ടിയില്ലേ എന്നുള്ള രീതിയിലാണ് ആൾക്കാര് സംസാരിക്കുന്നത്. ഈ മൗണ്ട് എവറസ്റ്റ് ക്ലൈംബ് ചെയ്ത് അത് കീഴടക്കി എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ സെക്സിനെ ആൾക്കാർ കാണുന്നതെന്ന് തോന്നുന്നു. ഞാൻ ആ സ്ത്രീയെ കീഴടക്കി എന്ന് പറയുന്ന പോലെയൊക്കെയാണ് ആൾക്കാർ. അത് ആ ഒരു പെർസ്പെക്റ്റീവിലാണ് അവർ പറയുന്നത്. ഓക്കെ, നീ ഭാഗ്യവാൻ, നിനക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അത് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ആക്ച്വലി ആ ഒരു ഈ പേട്രിയാർക്കൽ സമൂഹത്തിന്റെ ഈ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണുങ്ങൾക്ക് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്വഭാവമാണത്. കാര്യം ഇതിന്റെ ആക്ച്വൽ വിക്ടിംസ് നേരിടുന്ന ഡിസ്ട്രെസ്സും അതിന്റെ ബുദ്ധിമുട്ടുകളും ഒന്നും പരിഗണിക്കാതെ അവരുടെ ഒരു ഫാന്റസി ലോകത്ത് നിന്നുകൊണ്ട് അവരെ വിലയിരുത്തി ആ ഒരു ബോക്സിലേക്ക് ഇവരെ ഫിറ്റ് ചെയ്യിക്കാൻ നോക്കുകയാണ്. അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഈ പറയുന്ന ആണുങ്ങൾ ഈ വിക്ടിം ബ്ലെയിമിങ്ങിന് സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഇത്തരം ഘട്ടങ്ങളിലാണ്. പക്ഷെ എന്നാലും റാസി പറഞ്ഞ പോയിന്റ് ശരിയാണ്. ഇവിടെ ആദ്യമായി രാഹുൽ ഈശ്വർ വിക്ടിം ബ്ലെയിമിനെ പറ്റി സംസാരിക്കാൻ ഞാൻ കേൾക്കുകയാണ്. എന്റെ കരിയറിൽ ഇങ്ങനൊരു സംഭവം ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആണുങ്ങൾ കുറ്റം ചെയ്താൽ മാത്രം പേടിച്ചാൽ മതി, പെണ്ണുങ്ങൾ കുറ്റം ചെയ്താലും നേരിട്ട് കഴിഞ്ഞാലും വല്ല എന്തെങ്കിലും അസാൾട്ടൊക്കെ നേരിട്ടാലും ആളുകൾ പേടിക്കണം. പെണ്ണുങ്ങളെ ഡ്രസ് ഇട്ടാലും കുറ്റമാണ്, പെണ്ണുങ്ങള് മരിച്ചാലും കുഴപ്പമുണ്ട്. ലൈക്ക് വൈ ഡിഡ് ഷീ ഗോ ദേർ. പെണ്ണുങ്ങള് ജനിച്ചാലും കുറ്റമാണ്, പെണ്ണുങ്ങള് ക്രൈം ചെയ്താലും അവർക്ക് വധശിക്ഷയാണ്. മനസ്സിലായില്ലേ? ഇപ്പോ ഇങ്ങനെ ഒരു ആൺകുട്ടിയുടെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു വസതിയിലേക്ക് ഒരു പെൺകുട്ടി പോയി അങ്ങനെ മരിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തിനാണ് അവള് അസമയത്ത് അവന്റെ കൂടെ പോകാൻ പോയത് എന്നുള്ളതായിരിക്കും ചോദ്യം.
ആ ചോദ്യമാണ്. ഗ്രീഷ്മയ്ക്ക് പകരം അതെ. ഈ റോൾസ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഈ എന്താ പറയുന്നേ, ആ പെണ്ണ് അവിടെ എന്തിനാ പോയെന്നുള്ള ചോദ്യത്തിന് ആളുകൾ സപ്പോർട്ട് ചെയ്യും. യെസ്, എന്തിനാ പോയത്, അതെ. എന്തിനാ പോയത്, പെണ്ണായ ഇവിടെ ഇരിക്കണായിരുന്നു. അതെ, ഇവിടെ നമ്മുടെ ഷാരൂൺ എന്ന് പറയുന്ന ഒരു പയ്യനായതുകൊണ്ടാണ് ആൾക്കാർ ആ സ്റ്റേറ്റ്മെന്റ് വളരെ എന്താണ് ഒരു നൊട്ടോറിയസ് ആയിട്ട് കാണുകയും അതിനെതിരെ ഇത്രയധികം ഒരു ഔട്ട്റേജ് ഉണ്ടാവുകയും ചെയ്യുന്നു. നേരെ റിവേഴ്സ് ആണ്. പെണ്ണാണ് പോയത് എന്നുണ്ടെങ്കിൽ പെണ്ണ് മരിച്ചു കഴിഞ്ഞാൽ എന്തിനാ ആ സമയത്ത് പോയി, അല്ലെങ്കിൽ എന്തിനാണ് അവന്റെ വീട്ടിലേക്ക് പോയത്, ഇതൊക്കെ ഭയങ്കര തെറ്റല്ലേ, കൊൽക്കട്ട കേസില് ആ ചോദ്യം ഉണ്ട്, ഇവിടെ എന്തിനാണ് ക്ലാസ് റൂമിൽ പോകുന്നത് ഈ സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇവിടെ അതിലുള്ള ചെന്നൈക്ക് ഡെത്ത് പെനൽറ്റി ഒന്നും കിട്ടിയില്ല ഇല്ല, അത് ലൈഫ് ലോങ് ഇംപ്രിസൺമെന്റ്. ഇത്രയും വലിയ പോപ്പുലർ കേസ് ആയിട്ടും അത്ര പണിഷ്മെന്റ് ഡെത്ത് ഇല്ല. അത് ഇതിനേക്കാളും ഒക്കെ വളരെ ഹീനിയസ് ആയിട്ടുള്ള ക്രൈമാണ് കൊൽക്കട്ട കേസ് എന്ന് പറയുന്നത്. സോ ഐ മീൻ ഈ ഒരു ഇമോഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നീതി നടപ്പിലാക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ലൈക്ക് അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ ഈ ജുഡീഷ്യൽ സിസ്റ്റം ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. മനസ്സിലായി? ഇമോഷണൽ റെസ്പോൺസ് അനുസരിച്ച് നമ്മൾ ശിക്ഷ ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു സ്വഭാവത്തിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ജുഡീഷ്യൽ വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് മറ്റേ സമൂഹമായിട്ട് ഒരുമിച്ച് വന്നിട്ട് നമുക്ക് എന്താ വെച്ചാൽ ശിക്ഷയൊക്കെ നടപ്പിലാക്കി തീർപ്പാക്കിയാൽ പോലെ. ഈ ഒരു റിവെഞ്ച് മെന്റാലിറ്റി ബേസിക്കലി ഓരോ സമൂഹത്തിനും ദോഷം ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് ഡാറ്റ ഉണ്ട്. ഇപ്പോൾ US പണ്ട് എന്താ അവരെ ജസ്റ്റിസ് സിസ്റ്റം ബേസിക്കലി റെട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് സിസ്റ്റം ആയിരുന്നില്ല. പണ്ടൊരു കോൺസിക്വൻഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഫോർവേഡ് ലുക്കിംഗ് ജസ്റ്റിസ് സിസ്റ്റം ആയിരുന്നു. പിന്നീട് അവര് റെട്രിബ്യൂട്ടീവ് ജസ്റ്റിസിലേക്ക് മാറ്റിയപ്പോഴാണ് ക്രൈം റേറ്റ് കൂടിയത്. ഡാറ്റ ഒന്നും നോക്കേണ്ടി വരും. അത് കറക്റ്റാണ്. ഈ ജസ്റ്റിസിന്റെ കാര്യത്തില് ദാറ്റ് ഈസ് വെരി ആക്യുറേറ്റ്. ഈ റെട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറയുന്നത് നമ്മളൊരു മോഡേൺ സമൂഹം മാറ്റിയിട്ടുള്ള ഒരു സംഭവമാണ്. അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ ഫോർവേഡ് ലുക്കിംഗ് ടൈപ്പ് ഓഫ് ജസ്റ്റിസിലേക്ക് നമ്മൾ മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഇന്നും ആ പുറകിൽ തന്നെയാണ് നമ്മളെന്ന് എനിക്ക് തോന്നുന്നത്. റിഫോർമേറ്റീവ് ജസ്റ്റിസ്, യെസ്. മറ്റേത് റെട്രിബ്യൂട്ടീവ് ബാക്ക്വേർഡ് ലുക്കിംഗ്, റിഫോർമേറ്റീവ് ഫോർവേഡ് ലുക്കിംഗ്. ഇതിന്റെ ഒരു കണ്ടന്റ് നമ്മളുടെ ചാനൽ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഡെത്ത് പെനാൽറ്റിയെ കുറിച്ചിട്ടാണോ അതോ പണിഷ്മെന്റിനെ കുറിച്ചിട്ട്? പണിഷ്മെന്റിനെ പറ്റിയിട്ട്, ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് എന്താണ് റെട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്, എന്താണ് റിഫോർമേറ്റീവ് ജസ്റ്റിസ് എന്നുള്ളതൊക്കെ അതിനുള്ള ആർഗ്യുമെന്റ്സ് ഒക്കെ ലേ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ അതിൽ വേറൊരു കോൺസെപ്റ്റ് സംസാരിച്ചിട്ടുണ്ട്, പ്രിഎംപ്റ്റീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ട്. കുറ്റം നടക്കണേക്കാൾ മുമ്പ് എങ്ങനെയെങ്കിലും നമ്മൾ ആ പ്രിവെൻഷൻ ചെയ്യാം എന്നുള്ളത്. ഫ്രീവില്ലും റിലേറ്റഡ് ആണ്. ഫ്രീവില്ല് ആർഗ്യുമെന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ദൈവത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രിഎംപ്റ്റീവ് ജസ്റ്റിസ് ആണ് നടപ്പിലാക്കേണ്ടത്, അല്ലാതെ റെട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് അല്ല. എബ്രഹാമിക് ഗോഡുകൾ ചെയ്യുന്നത് റെട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ആണ്. അതുകൊണ്ട് ആ ഗോഡ് ഗുഡ് അല്ല, അല്ലെങ്കിൽ ഗുഡ് ആയിട്ടുള്ള ഗോഡ് എക്സിസ്റ്റ് ചെയ്യണില്ല. ആ ഒരു രീതിയിൽ ആ ഒരു ലൈൻ ബോൺ ആർഗ്യുമെന്റ് ആണത്. സോ ഐ മീൻ നിങ്ങൾ ദൈവവിശ്വാസികളാണെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഒരു ഫോർവേഡ് ലുക്കിംഗ് ടൈപ്പ് ഓഫ് ജസ്റ്റിസിനെയാണ്. പലപ്പോഴും ആൾക്കാർ എനിക്ക് തോന്നുന്നു ഈ അവർ ഫെമിലിയർ ആയിട്ടുള്ള റിലീജിയൻസിൽ ഈ ഒരു റെട്രിബ്യൂട്ടീവ് ടൈപ്പ് ഓഫ് ജസ്റ്റിസ് കാണുന്നത് കൊണ്ട് അതാണ് ജസ്റ്റിസ് എന്ന് വിശ്വസിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതിനകത്തൊരു പ്രശ്നം വെച്ചാല് ഈ മതങ്ങള് എല്ലാം വർക്ക് ചെയ്തിരുന്നത് അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ്. ഈ റെട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ട്രെൻഡിങ് ആയി നിന്ന ഒരു സമയത്താണല്ലോ ഈ മതങ്ങളെല്ലാം വരുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ജസ്റ്റിസിനെ വിലയിരുത്താനായിട്ട് ശ്രമിക്കരുത്. കഴിയത് ഞാൻ കൈയിന് കൈ കാലിന് കാല് എന്നുള്ള രീതിയിൽ തലക്ക് തല, ജസ്റ്റിസ് നടപ്പിലാക്കിയിരുന്നു. ഞാൻ പറയുന്നത് കഴിവതും ഈ ജസ്റ്റിസ്, ധാർമ്മികത, മൊറാലിറ്റി എന്നൊക്കെ ഉള്ള വിഷയങ്ങളിൽ നിന്ന് ഈ മതത്തെയും ദൈവത്തെയൊക്കെ മാറ്റി നിർത്തി അതിൽ നിന്ന് മാറിയിട്ട് നമ്മളൊരു സെക്യുലർ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള നിലപാടെടുക്കുന്നതാണ് നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം വെച്ചാല് ഒന്നാമത്തെ കാര്യം ഇതില് ഈ ഒരു മതമല്ലല്ലോ ഉള്ളത്, പല മതങ്ങളാണ്. ആ പല മതങ്ങളിൽ പല അഭിപ്രായങ്ങൾ. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഓരോരോ സെക്ട് അനുസരിച്ച് അവരിങ്ങനെ ഓരോരോ സ്റ്റാൻഡ് എടുക്കുന്നു, അവരുടെ മതം അനുസരിച്ച് അവർ സ്റ്റാൻഡ് എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മളൊരു ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു സെക്യുലർ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത്
ഇതിനെയൊക്കെ മാറ്റി നിർത്തി നമ്മൾ ന്യൂട്രലായിരുന്നുകൊണ്ട് മതത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മൾ റീസണിങ് ഉപയോഗിച്ച് നമ്മുടെ യുക്തി ഉപയോഗിച്ച് നമ്മൾ എന്താണ് ശരിയും തെറ്റെന്ന് നിർണ്ണയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഇവിടെ. എന്താണ് നീതി എന്നൊക്കെ ഉള്ളത്. ഓക്കെ, ഇനിയിപ്പൊ ഗ്രീഷ്മ ഇഷ്യൂ കഴിഞ്ഞ് ഇനി വേറെ കേരളത്തിൽ ഇപ്പൊ അടുത്ത് നടന്ന ഇഷ്യൂസില് ഏതൊക്കെ? ഹണി റോസ് ഇഷ്യൂ പറഞ്ഞിട്ടില്ല. രാഹുൽ ഈശ്വർ അവനൊരു വലിയ വിഷയമാണ് കേട്ടോ. ഈശ്വർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇഷ്യൂലുള്ള ആളാണ്, കോമൺലി. അപ്പൊ അടുത്ത ഇഷ്യൂ മറ്റേ ഹണി റോസിന്റെ ഇഷ്യൂ ഉണ്ട്, ബോച്ചയുടെ. രാഹുൽ ഈശ്വർ ആണല്ലേ? അതെ അതെ, ഗോഡ് ഓഫ് ലിറ്റിൽ തിങ്സ്. ഹണി റോസിന്റെ വിഷയത്തില് ഇത് ഇയാൾ കുറച്ച് കാലമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കമന്റുകൾ പറയാന്നുള്ളത്. അത് ഞാൻ കുറച്ച് മുമ്പേ വായിച്ചിട്ട് ഞാൻ ആലോചിക്കുകയും ചെയ്തിട്ടുണ്ട്, എന്താണിത്, ഇതിനെതിരെ ഒന്നും ആൾക്കാർ പ്രതികരിക്കാത്തത്. ഇയാളെങ്കിൽ പണക്കാരനായതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ആൾക്കാർ മിണ്ടാതിരിക്കുന്നതാണോ, എന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലാതെ ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എന്തായാലും ഹണി റോസ് വളരെ ബോൾഡായിട്ടൊരു ഡിസിഷൻ എടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാര്യം ഹണി റോസിനെ പോലുള്ള സ്ത്രീകൾക്കാണ് എന്തെങ്കിലും തരത്തിലുള്ള സമൂഹത്തിൽ കുറച്ച് പ്രിവിലേജ്ഡ് ആയിട്ട് നിൽക്കുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത്. ഒരു ഭൂരിഭാഗം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ബോച്ച ഇങ്ങനെ പറഞ്ഞാലും ചെയ്താലും ഒന്നും അതിനെക്കുറിച്ച് ശബ്ദിക്കാനോ അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാനോ. പ്രിവിലേജ്ഡ് വുമൺ എന്ന് പറയുമ്പോൾ നീ അപ്പൊ തന്നെ നീ ആലോചിച്ച് നോക്കി, ഇത്രയും പ്രിവിലേജ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു സ്ത്രീ എത്രത്തോളം വിക്ടിം ബ്ലെയിമിങ് അനുഭവിക്കുന്നുണ്ട്, എത്രത്തോളം ഡിജിറ്റൽ അബ്യൂസ് നേരിടുന്നുണ്ട്. അപ്പൊ സാധാരണക്കാരെ അവസ്ഥ ആലോചിച്ച് നോക്ക്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് ഹണി റോസ് അല്ല വേറൊരു സ്ത്രീയാണ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിവിടെ ഇനി എക്സിസ്റ്റ് ചെയ്യില്ല. ആ രീതിയിലാക്കി കളഞ്ഞേനെ ഇവന്മാര്. ആ രീതിയിൽ വിക്ടിം ബ്ലെയിമിങ്ങും ഉണ്ടാവും. മാത്രമല്ല ഈ അവർക്കൊരു സോഷ്യൽ മീഡിയ ബാക്കിംഗ് ഇല്ല, അങ്ങനെയുള്ള ഒരു കാര്യമില്ല. ഹണി റോസ് ഒരു ആക്ട്രസ് ആണ്, അവർക്കൊരു സോഷ്യൽ മീഡിയ പ്രൊഫൈലുണ്ട്, അവർക്ക് ക്യാപിറ്റൽ ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് പ്രിവിലേജസ് അവർ അനുഭവിക്കുന്നുണ്ട്. ആ പ്രിവിലേജസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയെങ്കിലും ഒരു രീതിയിൽ ഹണി റോസിന് ഈ വിഷയത്തിൽ നിൽക്കാൻ പറ്റിയത്. അതും ഈ പ്രിവിലേജസ് ഒന്നും ഇല്ലാത്ത ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തുണ്ട്. അവരിൽ ആരെങ്കിലും ഒരാളാണ് ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ എക്സിസ്റ്റ് ചെയ്യില്ല. ആ ന്യൂസിന് ഒരു കവറേജും ഉണ്ടാവില്ല, ആരും അതിനെ കുറിച്ച് ചർച്ച ചെയ്യില്ല. ബോബി ചെമ്മണ്ണൂർ നൈസായിട്ട് ആ സ്ത്രീയെ എലിമിനേറ്റ് ചെയ്യും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ ഈ ഒരു റിമാർക്ക് അല്ലാണ്ട് ഇപ്പൊ ബോബി ചെമ്മണ്ണൂരിന്റെ പണ്ട് ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതില് പബ്ലിക്കായിട്ട് പുള്ളി ഇങ്ങനെ ഞാൻ എവിടേക്ക് പോകണ്ടെന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, പുള്ളി പബ്ലിക്കായിട്ട് തന്നെ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകൾ വെച്ചിട്ടുണ്ട്. ഞാൻ പെണ്ണുങ്ങളെ എസ് ചെയ്യാറുണ്ട് പണ്ട് എൻജോയ്മെന്റിന് വേണ്ടിട്ട്. ജാക്കി വെക്കൽ. അപ്പൊ ഇത് പബ്ലിക്കായിട്ട് പറയണേ, പബ്ലിക്കായിട്ട് സെക്ഷൽ അസോൾട്ടിനെ ഞാനത് ചെയ്തു എന്ന് പറയുന്നു. അത് കേട്ടിട്ട് പുള്ളിയുടെ ഫാൻസ് കോരിത്തരിക്കുന്നു. അതെ, പുള്ളി എസ് ചെയ്തു എന്നാ പറയണത്. അല്ല, അതിനെ അവാർഡൊന്നും കൊടുത്തില്ലേ? മറ്റെന്തോ മെൻസ് റൈറ്റ്സ് അസോസിയേഷൻ അങ്ങനത്തെ ടീംസ് അവരുടെ പണി ഇപ്പൊ അതാണല്ലോ. സെക്ഷൽ അസോൾട്ട് ഒക്കെ ചെയ്ത് എസ് ചെയ്യണോര്, അതേപോലെ പബ്ലിക്കലി മാസ്ട്രുബേറ്റ് ചെയ്യാൻ അങ്ങനത്തെ മാലിട്ട് സ്വീകരിക്കുക. എനിക്ക് തോന്നുന്നു സോഷ്യൽ അറ്റൻഷൻ കിട്ടുന്ന ഈ കുറെ മെനിനിസ്റ്റ് ടീമുകൾ തന്നെ മെൻസ് അസോസിയേഷനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ആണോ? ശരി, അത്രയ്ക്ക് ബോധമുള്ള ആൾക്കാരുണ്ട് അതിനകത്ത്. രണ്ട് ഗ്രൂപ്പ് ഉണ്ട്. ഒരു ഗ്രൂപ്പ് വെച്ചാൽ ഞങ്ങൾ ഭയങ്കര സംഭവമാണ്, ഞങ്ങൾ കുറച്ച് ഇന്റലക്ച്വൽ ആണെന്ന് കാണിക്കാൻ വെക്കുന്ന ഒരു വെമ്പൽ കൊള്ളുന്ന ഒരു ടീമും, വേറൊരു ടീമും വി ഡോണ്ട് കെയർ, വി ജസ്റ്റ് ഹാവ് ടു. അപ്പൊ അതിനകത്ത് ഞങ്ങൾ കുറച്ച് മാന്യന്മാരാണ് കേട്ടോ എന്ന് കാണിക്കാനുള്ളവരെ ഇങ്ങനെ തള്ളിപ്പറയും. താത്വികമായി ഞങ്ങൾ തിയറിയൊക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ ഒന്ന് വെറുതോട്ടെ എന്ന് പറയുന്ന ടീം, എന്നാൽ ഞങ്ങൾക്ക് സ്ത്രീകളെ വെറുക്കണം, നീ ഒന്ന് മാറിയില്ലടാ എന്ന് പറയുന്ന വേറൊരു ടീം ഉണ്ടെന്ന് തോന്നുന്നു. യെസ്, ഇതാണ് ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ഫിനോമിനന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതിനകത്ത് എനിക്ക് ഏറ്റവും ബോബി ചെമ്മണ്ണൂരിനെക്കാളും ദേഷ്യം ഉണ്ടായത് ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന നമ്മുടെ ആ ടീമിനോടാണ് കേട്ടോ. എന്റെ അമ്മോ, എനിക്കറിയില്ല എങ്ങനെയാണ് ഈ രാഹുൽ ഈശ്വർ ഇതൊക്കെ സാധിക്കുന്നത്. അതായത് ഇവന്റെ സ്ട്രാറ്റജി വളരെ ക്ലിയർ ആണ്. എനിക്ക് തോന്നുന്നു ചിലപ്പം കേരളത്തിലെ ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ല എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണെന്ന് തോന്നുന്നു ഈ രാഹുൽ ഈശ്വറിന്റെ ഈ കളി മൊത്തം നടക്കുന്നത്. ഇവന്റെ സ്ട്രാറ്റജി വളരെ ക്ലിയർ ആണ്. എന്തെങ്കിലും ഒരു വിഷയം, ഇപ്പൊ പ്രതീഷ് സീമാൻ ടച്ചുകളെ നോക്കി പറഞ്ഞാൽ പൊളിച്ചു, ഓക്കെ, അതിനെ കുറിച്ച് ചർച്ച നടക്കുകയാണ്.
അപ്പൊ ഉടനെ ഞാൻ വന്നിട്ട് അതിനകത്ത് ഞാൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രതീക്ഷ അടിച്ചു, പക്ഷെ അടിച്ചത് ശരിയാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനല്ല, സീമാന്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ചർച്ചയിൽ ഇരിക്കുന്നത്. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷ പറഞ്ഞതിന് ന്യായീകരിക്കുന്നു. പ്രതീക്ഷ അടിച്ചത് മോശമായി പോയി. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന സീമൻ ഗാന്ധിജി ഒന്നും അല്ലല്ലോ, ഗാന്ധിജി ഒന്നും അല്ലല്ലോ. അതെ, അവൻ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ എന്തെങ്കിലും കുറെ കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇങ്ങനൊരു സംഭവം നടന്നു, പ്രതീക്ഷ സീമാനെ അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിന്റെ ഒരു ലെൻസിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് പബ്ലിക് സപ്പോർട്ട്, പ്രതീക്ഷ കുറ്റക്കാരനാണ്, സീമാനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതായിരിക്കും ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്. അപ്പൊ അതിനകത്തൊരു ഒരു ഇളക്കം ഉണ്ടാക്കണം. അതിനകത്ത് ആ കിട്ടിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സീമാന്റെ കുറെ കുറ്റങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഈ ആൾക്കാർ കുറച്ചു പേരെങ്കിലും തിരിഞ്ഞിട്ട് പറയും, അല്ല പ്രതീക്ഷ അടിച്ചു പക്ഷെ എന്നാലും സീമാൻ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് പറയും. അങ്ങനെ കുറെ ആൾക്കാർ ന്യൂട്രലായി നിൽക്കും. അവർക്ക് കിട്ടേണ്ട എല്ലാ സപ്പോർട്ടും കിട്ടാതെയാവുകയും ചെയ്യും. മനസ്സിലായോ? അത് ഇത്തരം വിഷയങ്ങളിൽ ആക്ച്വലി ഈ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടത് തന്നെയാണ്. ഒരു പ്രിവിലേജ്ഡ് ആയിട്ട് ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി ഒഴിഞ്ഞു മാറാനല്ല, ഈ മിനിമൽ ഡാമേജ് കൺട്രോൾ ആണ് അവർ ശ്രമിക്കുന്നത്. ഡാമേജ് കൺട്രോളിന് ശ്രമിക്കുമ്പോൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഇതാണ്. ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ ഇതിനെപ്പറ്റൊരു ഹണി റോസിന്റെ വസ്ത്രദാനത്തെ പറ്റിയൊരു ഡിസ്കഷൻ, അതിലേക്ക് ചർച്ചകൾ വഴിമാറുകയാണെന്നുണ്ടെങ്കിൽ ഹി വൺ. അതാണ് അയാളുടെ ഉദ്ദേശം. എന്നെ കുറിച്ച് ചർച്ച ചെയ്യുന്ന പകരം, എന്റെ ക്രൈമിനെ പറ്റി ചർച്ച ചെയ്യുന്ന പകരം ഹണി റോസിനെ പറ്റി ചർച്ച ചെയ്യുക എന്നുള്ളതാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. അവിടെ ഹി ഹാസ് വൺ. അവിടെ അതേസമയം ഷാരോണിന്റെ കേസില് ഷാരോൺ അങ്ങനെ ചെയ്തു എന്നല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, പകരം ഈ പെണ്ണ് ചെയ്തത് കുറ്റാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. സ്വിച്ച് കണ്ടില്ലേ, ഓന്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, രാഹുൽ ഈശ്വറിനെ പോലെ ഒരു ഓന്ത് വേറെ കാണില്ല. ഈശ്വറിന്റെ അജണ്ട എന്ത് മെനിനിസ്റ്റ് ആയതുകൊണ്ടാണോ എന്താണ് ചങ്ങായിന്റെ? ഐ തിങ്ക് ഹി ജസ്റ്റ് വാണ്ട്സ് ടു സ്റ്റേ റെലവന്റ്. എല്ലാ ഇതിനകത്തും കയറി ഇരുന്ന് ഈ രാഹുൽ ഈശ്വർ എന്ന് 10 ആൾക്കാർ പറയുമല്ലോ എന്നുള്ളതുകൊണ്ടായിരിക്കാം. എനിക്കറിയില്ല എന്താണ് ഉള്ളോണ്ട് ഈശ്വർ അല്ലേ. അതെ, പക്ഷെ എന്താണ് എന്താ മരണ വീട്ടിൽ കയറിയ ശവം ആവണമെന്നോ അങ്ങനെ എന്താ? അതെ, മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പെട്ടി കിടക്കണം, പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അച്ഛനാണ്, ഓരോരോ ഫാന്റസീസ് ആണ്. അത് ഇതിനകത്ത് ഈ രാഹുൽ ഈശ്വറിന് ഉള്ളൊരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് എന്നൊക്കെ വേണേൽ പറയുന്നത് പുള്ളിയുടെ സപ്പോർട്ടീവ് വൈഫാണ്. എന്തൊക്കെ വ്യാഴത്തിരങ്ങളാണ് പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സപ്പോർട്ടീവ് വൈഫ് എന്റെ കരിയർ ഞാൻ കണ്ടിട്ടുണ്ട്. ട്രാഡ് വൈഫ് എന്ന് പറഞ്ഞാലേ ലൈക്ക് അത് പുള്ളിക്ക് അത് നല്ല പെർഫെക്റ്റ് പാർട്ട്ണറായിട്ട് പുള്ളിയെ കിട്ടിയേക്കുന്നു. അത് ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്ന പോലെ ലൈക്ക് അടയൻ ചക്കരയാണ് അവര്. പുള്ളിക്കാരന്റെ ഭാര്യയാണെങ്കിൽ പുള്ളിക്കാരനേക്കാളും മെച്ചമാണ്. ഒന്നിനൊന്നിനും മെച്ചമൊന്നും പറയത്തില്ല. അങ്ങനെ രണ്ടുപേരും കൂടെ കോമ്പീറ്റ് ചെയ്താണ് വ്യാഴത്തിരം പറയുന്നത്. അപ്പൊ അതൊരു ഒരു വീഡിയോ ഞാൻ കണ്ടു. സ്ത്രീയും പുരുഷനുമായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ലിമിറ്റേഷൻസും കുറച്ചൊക്കെ റെസ്ട്രിക്ഷൻസും കൊടുക്കണം എന്നാണ് എൻ്റെ കാര്യം. ഈ ഒരുപാട് ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നമാണ്. എനിക്കത് കാണുമ്പോൾ ലൈക്ക് ദീസ് പീപ്പിൾ ഗെറ്റ്സ് പ്രിവിലേജ്. അതായത് അവർക്ക് ഇഷ്ടമുള്ള ആളെ അവർക്ക് കല്യാണം കഴിക്കാം, അവർക്ക് ഇഷ്ടമുള്ള ആളുകൾ ഒരു മേക്കപ്പ് ഒരു ഡ്രസ്സ് ഇടാനുള്ള സ്വാതന്ത്ര്യം, ആൻഡ് ദേ പ്രൊപ്പഗേറ്റ് ദീസ് കൈൻഡ് ഓഫ് ഷിറ്റ്. അതായത് ഈ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം, സ്ത്രീകളുടെ ഡ്രസ്സിൻ്റെ പുറത്തും സ്ത്രീകളുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനെ തടയാൻ വേണ്ടി വന്നിട്ട് ഇരുന്ന ഈ കൺസർവേറ്റീവ് ചിന്ത വഹിക്കുന്നിട്ട് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ദീസ് കൈൻഡ് ഓഫ് പീപ്പിൾ. ഇവരുടെ സൈക്കോളജി എനിക്ക് മനസ്സിലാവില്ല. മാനി നേരത്തെ ഒരു കൺസിസ്റ്റന്റ് ആയ കൺസർവേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് പറഞ്ഞില്ലേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഫെമിനിസത്തിനെതിരെ സംസാരിക്കുകയാണ്, അപ്പൊ ഈ സ്ത്രീനെ കോൾ ഔട്ട് ചെയ്യുന്നത് വേറൊരു കൺസർവേറ്റീവാ. അയാളെ പ്രശ്നം ഈ പെണ്ണ് ഫെമിനിസത്തിന് എതിരെ സംസാരിക്കുന്നു എന്നുള്ളതല്ല, പെണ്ണ് സംസാരിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ശരിയാണ്, നീ ഞങ്ങളെ ഐഡിയോളജിയാണ് പറയുന്നത്, എന്താ ഫെമിനിസത്തിനെ ത്രാഷ് ചെയ്യാണ്, ഫെമിനിസത്തിനെ കുറ്റം പറയണം, അതൊക്കെ ശരിയാണ്, പക്ഷെ നീ സംസാരിക്കണ്ട, അത് ചെയ്യാൻ പാടില്ല. അപ്പൊ ആൾക്കാരുണ്ട്. Yeah, I mean, like that guy is a proper incel. Right corner IT അങ്ങനെയാണ് അവന്റെ പേര്. അവര് അയാളൊരു proper incel ആണ്. Yeah, I mean,
that is the thing, right? Like, ഇതിനേക്കാൾ ഏറ്റവും വേഴ്സ് എന്ന് പറയുന്നത് സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ തന്നെ ഈ വിഷയത്തിൽ വന്ന് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നു. ഈ ഹണിറോസിന്റെ വിഷയത്തിൽ വന്നിട്ട് ബോച്ചെ 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു പരിപാടി ജയിലിലെ പുറത്തൊരു പരിപാടി നടത്തുന്നു. ഒരു സ്ത്രീയുടെ തന്നെ രണ്ടാമത്തെ വേറൊരു വീഡിയോ വന്നിട്ടുണ്ടല്ലോ, ബോച്ചെ വരുന്നില്ല എന്നാ പറഞ്ഞത്. അതിനിപ്പോ എനിക്ക് എന്താന്ന് പറഞ്ഞിട്ട് പോണത്. അത് അന്നത്തെ 500 രൂപ ബിരിയാണി കഴിഞ്ഞു. ഇനി അടുത്ത കോട്ട കെട്ടിയെങ്കിലേ പെർഫോമൻസ് ഉണ്ടാവുള്ളൂ എന്നായിരിക്കും. വേറെ എന്തെങ്കിലും പറയാണ്ടോ? Why don't we wind up with Siemens ukulele അതോ ഗിറ്റാർ എന്തോ പുറകിലിരിക്കുന്നത്? അതെ അതെ, അവിടെ കവർ സോങ് അടിക്കി നമുക്ക്. അവസാനം 5 മിനിറ്റ് എന്താ സീമാൻ ഗിറ്റാർ വയ്ക്കുന്നു, ബാനി ഇങ്ങനെ ഫുട്ബോള് ഫ്രീ കിക്ക് അടിക്കുന്നു. പ്രതീക്ഷ അഭിനയം വേണോടാ?